نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അള്ളാഹുവുമായി നമ്മൾ നടത്തേണ്ട പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതകളെക്കുറിച്ചും അതിൽ നമ്മൾക്കുണ്ടാകേണ്ട യഖീൻ, ഉറപ്പിനെക്കുറിച്ചും അള്ളാഹു എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനകളെ ഇജാബത്തായി, ഉത്തരമായി പരിഗണിക്കുക, ഏതൊക്കെ വിധത്തിലാണ് അള്ളാഹു അതിന് ഉത്തരം നൽകുക എന്നതെല്ലാം നമ്മൾ സംസാരിക്കുകയുണ്ടായി. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണമെന്നും ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ അള്ളാഹുവിനോട് നമ്മൾ നടത്തുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ കൊണ്ട് സാധിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. ആ സംസാരത്തിലെല്ലാം നമ്മൾ പറഞ്ഞൊരു വാക്ക്, ഒരു ദിവസം ഒരു 5-10 മിനിറ്റെങ്കിലും നമ്മുടെ എല്ലാ തിരക്കുകൾ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിനിടയിലോ ഒരു 10 മിനിറ്റോ ഒരു 5 മിനിറ്റെങ്കിലും ഒരു ദിവസത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ശാന്തമായി സമാധാനമായി പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തണം എന്ന് 2 ഖുതുബകളിലും ബോധപൂർവം തന്നെ സൂചിപ്പിച്ചിരുന്നു. അതെന്തുകൊണ്ടാണ്? നമ്മൾ നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവ് കിട്ടുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു ദിവസം ഒരു 5-10 മിനിറ്റിനുള്ളിലെങ്കിലും മിനിമം നമ്മൾ ഒരു സമയം ഒരു ദിവസം കണ്ടെത്തണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? എന്താണ് ആ ഒരു 10 മിനിറ്റ് സമയം കണ്ടെത്തിയാലുള്ള ഉപകാരം? സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അള്ളാഹുവിനോട് ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയുടെ രൂപമുണ്ട്. അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകാമെന്നേറ്റ പ്രാർത്ഥനയ്ക്ക് ഒരു ശൈലിയുണ്ട്, ഒരു തർത്തീബുണ്ട്. പ്രവാചകനും സഹാബാക്കളുമെല്ലാം അള്ളാഹു നമ്മളോട് പറഞ്ഞ ആ ഓർഡറിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തിയവരാണ്. അതേപോലെ നമ്മൾക്കും അല്പനേരം അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ച രൂപത്തിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ ബോധപൂർവമായ സമയം കണ്ടെത്തണം. 1-2-3-4 കാര്യങ്ങളാണ് ഇതിലുള്ളത്. അത് നമ്മുടെ മനസ്സിൽ നമ്മൾ ഓർമ്മിച്ചെടുക്കുകയും അപ്രകാരം തന്നെ ദുആ ചെയ്യാൻ പരമാവധി നമ്മൾ ശ്രമിക്കുകയും വേണം. അതിലൊന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ
വ്യത്യസ്തങ്ങളായ പേരുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടവുമാണ്, പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന കാര്യവുമാണ്. സഹോദരങ്ങളെ, നമ്മൾക്കറിയാം അള്ളാഹുവിന് അള്ളാഹു എന്ന മാത്രമല്ല പേരുള്ളത്. ലഹു അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് 99ഓളം നാമങ്ങളുണ്ട് നേർക്ക് നേരെ. ആ 99ഓളം നാമങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞ വാക്ക് വലില്ലാഹി അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. നിങ്ങൾ ആ പേരുകൾ കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1-2 പ്രാർത്ഥനകൾ കേട്ടാൽ നമ്മൾക്ക് മനസ്സിലാകും എന്താണ് പ്രാർത്ഥനയുടെ രൂപമെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ കാരുണ്യത്തെ ചോദിക്കുന്ന പ്രാർത്ഥന എങ്ങനെയെന്ന് അറിയുമോ സഹോദരങ്ങളെ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ യാ റഹ്മാൻ യാ റഹീം ഇർഹംനി യാ അല്ലാഹ്. റഹ്മാനായ നാഥ, റഹീമായ നാഥ, നീ എന്നോട് കരുണ കാണിക്കണമേ. കാരുണ്യം ചോദിക്കുന്നതിന്റെ മുമ്പായി പ്രവാചകൻ അള്ളാഹുവിനെ വിളിക്കുന്നത് കാരുണ്യം നൽകുന്ന നാഥ എന്നാണ്. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ജീവിതത്തിൽ വിഭവം, സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ തുടക്കം യാ റസ്സാഖ്, റിസ്ക് നൽകുന്ന നാഥ, ഇർസുഖ്നി റിസ്ഖൻ ഹലാലൻ തയ്യിബൻ വാസിഅ. അല്ലാഹുവേ, വിശാലമായി നീ എനിക്ക് ഹലാലായ മാർഗത്തിലുള്ള റിസ്ഖുകൾ വർദ്ധിപ്പിച്ചു നൽകണമേ എന്ന് പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. ഓരോ പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ, അള്ളാഹുവിനോടുള്ള ഔദാര്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലെല്ലാം യാ ലത്തീഫ് അൽതിഫ് ബി ഫി അംരി കുല്ലി. അല്ലാഹുവേ, എന്റെ എല്ലാ കാര്യത്തിലും നീ ഒരു സൂക്ഷ്മജ്ഞാനം നൽകണമേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള 99 നാമങ്ങളിൽ നമ്മൾക്കറിയാവുന്ന നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സാധാരണ നിലയിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പടച്ചോനിഷ്ടാണ്. അത് വ്യക്തികൾക്കും അങ്ങനെ തന്നെയല്ലേ സഹോദരങ്ങളെ? ഇപ്പൊ നമ്മൾ നമ്മളെ വാപ്പാനെ എന്റെ ഉപ്പ എന്ന് വിളിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട പിതാവെന്ന് അഭിസംബോധന ചെയ്യുന്നു, എന്റെ ഏറ്റവും പ്രിയങ്കരനായ, എന്റെ ഏറ്റവും ഹൃദയതുല്യനായ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ പിതാവ് എന്ന് ഞാൻ അഭിസംബോധന ചെയ്യുന്നു. ഇത് മൂന്നും നമ്മുടെ പിതാവിനുണ്ടാകുന്ന ഇഷ്ടത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടാകും. നമ്മൾ നമ്മളെ ഉമ്മയെക്കുറിച്ച് പറയാൻ എന്റെ ഉമ്മ, എന്റെ പ്രിയപ്പെട്ട മാതാവ്, എന്നെ ചെറുപ്പത്തിൽ അങ്ങേയറ്റം കട്ടപ്പാടിന്റെ സമയത്തും നോക്കി എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മ. സഹോദരങ്ങളെ, ഒരേ ഉമ്മയെ വ്യത്യസ്ത രൂപത്തിൽ, വ്യത്യസ്ത ശൈലികളിൽ, വ്യത്യസ്ത അഭിസംബോധന നടത്തുമ്പോൾ അത് അയാൾക്കുണ്ടാകുന്ന, ഉമ്മാക്കുണ്ടാകുന്ന, ഉപ്പാക്കുണ്ടാകുന്ന വികാരം വ്യത്യസ്തമാണ്. അതുപോലെ അള്ളാഹ് പറയാൻ അള്ളാഹുവേ എന്ന് വിളിക്കുന്നത് പടച്ചോനിഷ്ടാണ്. പക്ഷെ അതിനേക്കാളും ഇഷ്ടമാണ് അള്ളാഹുവിന്റെ കൂടെ റഹ്മാനായ നാഥ, ഗഫൂറായ റഹ്മാനെ, വദൂദായ നാഥ, ജബ്ബാറായ നാഥ, റസ്സാഖായ നാഥ എന്ന് വിളിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുന്നത്. പ്രവാചകന്റെ ഒരു വാക്കുണ്ട്, ലൈസ അഹദുൻ അഹബ്ബ ഇലൈഹി അൽമദ്ഹു മിനല്ലാഹി അസ്സ വജല്ല. ലോകത്ത് പടച്ചവനെ പുകഴ്ത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നതിനേക്കാളും പടച്ചോനിഷ്ടമുള്ള മറ്റൊരു ആരാധനാ കർമ്മല്ല എന്നാണ് സഹോദരൻ. അതുകൊണ്ട് ഒന്നാമത്തെ മാറ്റം, ഞാൻ ഈ പറയുന്നത് ബോധപൂർവമാണ്, ഒന്നാമത്തെ മാറ്റം അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് സമയം കണ്ടെത്തണം എന്ന് പറയാനുള്ളൊരു കാരണം ഇതാണ്. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾക്കറിയാവുന്ന പേരുകൾ എടുത്ത് അത് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പ്രാർത്ഥനയുടെ മര്യാദയായി പറഞ്ഞെടുത്ത് ഒരു കാര്യം പറഞ്ഞു. അതെന്താണ്? പ്രവാചകന്റെ പേരിലുള്ള സ്വലാത്ത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ട് എങ്കിൽ അവിടെ നമ്മൾക്കുടെ പ്രാർത്ഥന അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുന്നതിന് കാരണമാകും. ചില പണ്ഡിതന്മാർ എന്തുവരെ പറഞ്ഞറിയോ? തുടക്കത്തിലും അവസാനത്തിലും ഉണ്ടാകുന്നത് പുണ്യമാണ് എന്നുകൂടി പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നമ്മളെപ്പോലെ ഒരു സഹാബി വന്നു, നിസ്കാരം കഴിഞ്ഞു, സാധാരൂപത്തിൽ അല്ലാഹുമ്മ റഹംനി അല്ലാഹുമ്മ ഗഫിർലി എന്ന് പ്രാർത്ഥിച്ചു. അല്പം ശബ്ദമുയർത്തിയിട്ടാണ് പ്രാർത്ഥിച്ച്, സ്വകാര്യമായിട്ടാണെങ്കിലും അല്പമൊക്കെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയോട് പറഞ്ഞു, അജിൽത അയ്യുഹൽ മുസല്ലി, എടാ നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ധൃതി കാണിച്ച് തേടുകയാണല്ലോ, പെട്ടെന്ന് ധൃതിയാണല്ലോ. എന്നിട്ട് പ്രവാചകൻ പറയാൻ, ഇദാ സല്ലൈത ഫഖഅത, എടാ നിസ്കാരം കഴിഞ്ഞിട്ട് നീ പ്രാർത്ഥിക്കാനിരിക്കുകയാണെങ്കിൽ ഫഹംദില്ലാ,
അള്ളാഹനൊന്ന് സ്തുതിക്കണം. നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ പേരൊക്കെ ഒന്ന് പറയണം. എന്നിട്ടോ വസല്ലി അലയ്യ, എന്നിട്ട് ഈ പ്രവാചകനാ എന്റെ പേരിൽ സ്വലാത്തു ചൊല്ലണം. സുമ്മ ദഊഹു, എന്നിട്ട് നീ നിന്റെ കാര്യങ്ങൾ പറയ്. അയ്യുഹൽ മുസല്ലി ഉദ്ഉ തുജിബ്, എങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് പടച്ചോൻ ഉത്തരം നൽകും, പെട്ടെന്ന് ഉത്തരം നൽകും. പ്രവാചകന്റെ പേരിൽ സഹോദരങ്ങളെ എങ്ങനെയാണ് സ്വലാത്ത്? നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്ന് തുടങ്ങുന്ന സ്വലാത്ത്. അതിൽ എവിടെയും സാന്ദർഭികമായിട്ട് പറയാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പ്രവാചകന്റെ സ്ഥിരപ്പെട്ട ഒരു ഹദീസിലും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിസ്കാരങ്ങളിൽ നമ്മൾ പറയാറില്ല. അതേപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന അതുപോലെ പ്രവാചകന്റെ പേരിലുള്ള സ്വലാത്തും പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമ്മൾ ചൊല്ലാൻ ശ്രമിക്കണം. പ്രവാചകന്റെ ഹദീസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ അല്ലാണ്ട് ചോദിക്കുന്നത് പടച്ചോനിലേക്ക് എത്താതെ നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾക്ക് സംശയമാണ്. കാരണം പ്രവാചകന്റെ വാക്കെന്തറിയോ? ഇന്ന ദുആ മൗഖൂഫുൻ ബൈന സമാഇ വൽ അർളി. ചില പ്രാർത്ഥനകൾ, നമ്മുടെ പ്രാർത്ഥന ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇവിടുന്ന് പോയിട്ടുണ്ട്, പക്ഷെ പടച്ചോനിലേക്ക് എത്തിയിട്ടില്ല. ലാ യസ്അദു മിൻഹു ശൈഉൻ, അതൊരിക്കലും മുകളിലേക്ക് കയറുകയില്ല, അല്ലാഹുവിലേക്ക് എത്തുകയില്ല. ഹത്താ തുസല്ലി അലാ നബിയിക സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ പേരിൽ ആ പ്രാർത്ഥനയിൽ സ്വലാത്തില്ലാത്തത് കൊണ്ട് ആ ദുആ പടച്ചവനിലേക്ക് എത്തിയിട്ടില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് ഒന്ന്, അള്ളാഹുവിന്റെ വ്യത്യസ്തങ്ങളായ പേരുകൾ കൊണ്ട് നമ്മൾ തുടങ്ങണം, ശീലിക്കണം. രണ്ട്, നമ്മുടെ പ്രാർത്ഥനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തുടങ്ങണം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങള്, ഇഷ്ടങ്ങള്, പ്രശ്നങ്ങൾ ചോദിക്കാൻ. സഹോദരങ്ങളെ, നമ്മുടെ പ്രായം നമ്മളൊന്ന് കണക്കൂട്ടുക. ഒരു 50 വയസ്സുള്ള ഒരാൾ, 40 വയസ്സുള്ള ഒരാൾ, 60 വയസ്സുള്ള ആൾ, നമ്മുടെ ജീവിതത്തിൽ ഇതിന്റെ മുമ്പും ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. ആ ചൊല്ലിയ പ്രാർത്ഥനകളിൽ പലതിന്റെയും ഉത്തരമാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നീ എന്റെ ആരോഗ്യം സംരക്ഷിക്കണമേ എന്ന് ദുആ ചെയ്തത് കൊണ്ടാകാം നിലവിൽ നമ്മൾ ഖബറിലേക്ക് പോകാതിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും ഒരു മുഴയിൽ നിന്ന് ഡോക്ടർ സ്കാൻ ചെയ്ത് മാരകമായ അസുഖമാണ് എന്ന് പറയാത്തത്. പടച്ചോനെ നിന്റെ കുടുംബത്തെ നീ നോക്കണമേ എന്ന് നമ്മൾ ദുആ ചെയ്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോഴും നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ സന്തോഷത്തോടുകൂടി നിൽക്കുന്നത്. സഹോദരങ്ങളെ, പറഞ്ഞതെന്തെന്നറിയോ? നമ്മൾ അല്ലാഹുവോട് പുതിയ പുതിയ കാര്യങ്ങളോ നമ്മുടെ ആഗ്രഹമുള്ള കാര്യങ്ങളോ പറയുമ്പം പടച്ചവൻ നമ്മൾക്ക് നൽകിത്തന്ന, ഇങ്ങോട്ട് തന്ന അനുഗ്രഹങ്ങളെ പടച്ചവനോട് എടുത്തു പറഞ്ഞ് നന്ദി പറഞ്ഞ് തേടുന്നത് ദുആയുടെ ഏറ്റവും ശ്രേഷ്ഠമായ രൂപമാണ്. അല്ലാഹുവേ, എനിക്ക് മാതാപിതാക്കളെ നൽകിയത് നീയാണ്. റഹ്മാനായ നാഥ, അൽഹംദുലില്ലാഹ്. പടച്ചോനെ, പല ആളുകളും പട്ടിണി കിടന്ന് മരിക്കുമ്പോഴും നാഥ ജീവിക്കാനുള്ള വരുമാനം നീ എനിക്ക് നൽകിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, കോടിക്കണക്കിന് ഉറുപ്യ ചെലവഴിച്ചിട്ടും ഒരു കുട്ടിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ എന്റെ ചുറ്റുപാടുണ്ട്. നാഥ, നീയാണ് എനിക്ക് കുട്ടിയെ തന്നത്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, റോഡ് സൈഡുകളിലൂടെ ഞങ്ങൾ പോകുമ്പം പലകയിൽ ചക്രം പിടിപ്പിച്ച് ആളുകളോട് കാലില്ലാത്തത് കൊണ്ട് യാചിക്കുന്ന പാവങ്ങളെ കാണുന്നുണ്ട്. റഹ്മാനായ നാഥ, നീ എനിക്ക് 2 കാലും കയ്യും തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. പടച്ചോനെ, ഞാൻ നിന്നോട് കടപ്പെട്ടവനാണ്. നാഥ, നീ എന്റെ ഇന്നാലിന്ന ആഗ്രഹങ്ങൾ കൂടി പരിഗണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ശൈലിയാണ് ഒരു യഥാർത്ഥ മുഅ്മിനിന്റെ ശൈലി ആകേണ്ടത്. സഹോദരങ്ങളെ, അതല്ലേ ലോകത്തെ ഏറ്റവും വലിയ പ്രാർത്ഥന ഏതാ? സൂറത്ത് ഫാത്തിഹ. ഫാത്തിഹ തുടക്കം ആലോചിക്കും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹിനോട് പറയാൻ, ലോകരക്ഷിതാവായ അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. പ്രാർത്ഥന തുടങ്ങിയിട്ടില്ല. അർറഹ്മാനുർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമാണ് അല്ലാഹുവേ. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണ്. ഓരോന്ന് പറഞ്ഞ് അള്ളാഹിനോട് കരാറ് പറഞ്ഞ് അവസാനം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അതുകൊണ്ട് നാഥ നീ ഞങ്ങളെ നേരായ മാർഗത്തിൽ നയിക്കണമേ.
അവിടെ നിന്നാ പിന്നെ പ്രാർത്ഥന തുടങ്ങുന്നത്. അതുവരെ അള്ളാഹു നമ്മൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ പടച്ചോനോട് എടുത്തു പറയാൻ. ലോകത്ത് ഏറ്റവും വലിയ പാപമോചന പ്രാർത്ഥനയായി പ്രവാചകൻ പഠിപ്പിച്ച സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ആ പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ അതിലൊരു പ്രയോഗമുണ്ട്. വഅബൂഉ ലക ബിനിഅമതിക അലയ്യ, അല്ലാഹുവേ നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ ബോധവാനാണ് പടച്ചോനെ, അത് എനിക്ക് എണ്ണിക്കണക്കാക്കി പറയാൻ കഴിയും അല്ലാഹുവേ, അഥവാ ഞാൻ അതിനെക്കുറിച്ച് ബോധവാനാണ്. നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് കണ്ണ് കാണുന്നുണ്ട്, ചെവി കേൾക്കുന്നുണ്ട്, ഖുത്ബ കേൾക്കുന്നുണ്ട്, എല്ലാത്തിനും പുറമെ കോടിക്കണക്കിന് പൈസ ഉള്ളവർ ഹിദായത്ത് കിട്ടാതെ ഈ ദുനിയാവിൽ അവർ മരണപ്പെട്ടു പോകുമ്പം അവരുടെ കാലിന്റെ അല്ലെങ്കിൽ കയ്യിന്റെ ഉള്ളനടിയിൽ വെക്കുന്ന അത്ര പോലും സാമ്പത്തികമായി ശേഷിയില്ലാത്ത എനിക്ക് നാഥ സ്വർഗത്തിന്റെ ടിക്കറ്റായ ഹിദായത്ത് നീ എനിക്ക് നൽകിയിട്ടുണ്ട്. പ്രവാചകന്റെ അനുയായിയാക്കി നീ എന്നെ മാറ്റിയിട്ടുണ്ട്. ഖുർആനിന്റെ അനുയായിയാക്കി നീ എന്നെ മാറ്റിയിട്ടുണ്ട്. കഅബാലയത്തിലേക്ക് തിരിയുന്നവനാക്കി നീ എന്നെ മാറ്റിയിട്ടുണ്ട്. ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് ഹിദായത്ത് എന്ന സൗഭാഗ്യം നീ എനിക്ക് നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ആവശ്യം തുടങ്ങാൻ. സഹോദരങ്ങളെ, നമ്മളെ പുതുവസ്ത്രമൊക്കെ ധരിക്കുമ്പോഴേ ആ പ്രാർത്ഥന ഒന്ന് ആലോചിച്ച് നോക്കി. ഇതേപോലെയാണ്, ഇതുപോലെയാണ് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത്. എന്ത്? അല്ലാഹുവേ നീ എനിക്ക് ഏറ്റവും നല്ല വസ്ത്രം നൽകി, പടച്ചോനെ നീ എനിക്ക് ഏറ്റവും നല്ല വസ്ത്രം നൽകി, ആ വസ്ത്രത്തിൽ പടച്ചോനെ നിന്റെ അനുഗ്രഹമാണുള്ളത്, അതിൽ നീ ഖൈർ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, പടച്ചോനെ നിനക്കാണ് സ്തുതി, അൻത കസൗതനി, നീയാണ് എനിക്ക് ഈ വസ്ത്രം നൽകിയത്, അസ്അലുക മിൻ ഖൈരിഹി വഖൈരി മാ സുനിഅ ലഹു, അല്ലാഹുവേ ഈ വസ്ത്രം കൊണ്ടുള്ള എല്ലാ നന്മയും നീ എനിക്ക് നൽകണമേ, വഅഊദു ബിക മിൻ ശർരിഹി വശർരി മാ സുനിഅ ലഹു, ഈ വസ്ത്രം കൊണ്ട് എന്തെങ്കിലും ഷർറുണ്ടെങ്കിൽ അതിൽ നിന്ന് നീ എന്നെ തടുക്കണമേ. അതിന്റെ തുടക്കം എന്താ അറിയോ? നാഥ ഇങ്ങനെ ഒരു വസ്ത്രം നൽകിയ നിനക്കാണ് സർവസ്തുതിയും. സഹോദരങ്ങളെ, ഇതൊരു മര്യാദയാണ്. നമ്മള് ചോദിക്കുന്നവർ മാത്രമാകരുത്, ചോദിച്ചതിന് കിട്ടിയത് ഓർമ്മിക്കുന്ന, ശാക്കിറല്ലി അൻഉമിഹി, നിഅമത്തിനെ കുറിച്ച് ഓർക്കുന്ന, ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹ് തന്ന നിഅമത്തിനെ കുറിച്ച് സംസാരിക്കുന്ന, എടുത്തു പറയുന്ന ആളായി മാറണം. പ്രവാചകന്റെ വാക്കുണ്ട്, ഇദാ ദഅ അഹദുക്കും, പ്രാർത്ഥന രൂപം പറയാൻ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഫൽയബ്ദഅ ബിത്തഹ്മീദില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങണം. വസ്സനാ, പടച്ചവൻ നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞ് നമ്മൾ പുകഴ്ത്തണം. വസ്സനാ അലൈഹി സുമ്മ ലയുസല്ലി അലൻ നബി, പിന്നീട് പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. സുമ്മ ലയദ്ഉ ബഅദമാ ഷാ, അതിനുശേഷം അവനവന്റെ കാര്യങ്ങൾ അല്ലാഹുവോട് ചോദിക്കണം. സഹോദരങ്ങളെ, ഇത് നമ്മൾ പ്രാർത്ഥനയിൽ സ്വീകരിക്കേണ്ട ഓർഡറാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പള്ളിയിൽ എവിടെയെങ്കിലും വന്ന് നമ്മൾ ധൃതിപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് പുറമെ എല്ലാ തവണയും ആവർത്തിച്ചു പറയാൻ, ഒരു ദിവസം ഒരു 5-6 മിനിറ്റ് ശാന്തമായിരുന്ന് ഇതുപോലെ പടച്ചോനോട് കാര്യം പറയണം. അവിടെ അത്ഭുതങ്ങൾ നമുക്ക് കാണാം, ഉറപ്പായിട്ടും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമ്മുടെ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി, അതെന്താണ്? ദുനിയാവ് മാത്രം ചോദിക്കുന്നവരാകരുത് നമ്മൾ. റബ്ബനാ ആത്തിനാ ഫിദ്ദുനിയ ഹസന, അല്ലാഹുവേ ദുനിയാവിലെല്ലാ കാര്യം നീ ശരിയാക്കണമേ. കഴിഞ്ഞില്ല, അതെല്ലാരും തേടുന്നതാണ്. അത് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ മുഴുവൻ തേടുന്നതാണ്. കുട്ടിന്റെ കാര്യം ശരിയാക്കണം, കച്ചവടം ശരിയാക്കണം, വാഹനത്തിന്റെ കാര്യം ശരിയാക്കണം, ആഗ്രഹങ്ങള്, കല്യാണം, ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളുടെ ദൂരീകരണം എല്ലാം ചോദിക്കുന്നതാണ്. പക്ഷെ വിശ്വാസിയാകണം എപ്പോഴാ അറിയോ? വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ, അത് രണ്ടുണ്ടാണം. ദുനിയാവ് ചോദിക്കുന്നതിന്റെ കൂടെ പടച്ചോനെ സ്വർഗവും കിട്ടണം, നരകമോചനവും കിട്ടണം. നമ്മള് അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകണം, ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രം ചോദിക്കുക എന്നുള്ളത് പടച്ചോൻ ഇഷ്ടമുള്ള കാര്യമല്ല. ഞാനിത് സാന്ദർഭികമായിട്ട് പറയാൻ തരുമോ? ഉംറക്ക് ആൾക്കാർ പോകും, എന്താ തേടണ്ടോയ്ക്കും. നമുക്ക് ആകെ പറയാണ്ടാകണം മുട്ടുംകാല്, നമുക്ക് ആകെ പറയാണ്ടാകും കുട്ടിന്റെ കല്യാണം,
നമുക്ക് ആകോലോട് പറയാണ്ടാകുക ഇന്റെ മൂത്ത മകൻ ഗൾഫിൽ പോയി ജോലി, നാട്ടിൽ ബിസിനസ് തുടങ്ങിയത്, ഇതൊന്നും തെറ്റായിട്ടല്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഹറമക്കല്ലടാ പോണത്, പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സ്ഥലല്ലേ. എടാ എനിക്കും എന്റെ കുടുംബത്തിനും സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യണട്ടോ, നരകത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്യണട്ടോ. ആ കൂട്ടത്തിൽ എന്റെ കുട്ടിന്റെ കാര്യം, എന്റെ കുടുംബത്തിന്റെ കാര്യം, എന്റെ കച്ചവടത്തിന്റെ കാര്യം നീ മറക്കാതിരിക്കാൻ ഞാൻ വിളിക്കണ്ട് കേട്ടോ. സഹോദരങ്ങളെ, ഇത് പറയുമ്പോഴല്ലേ നമ്മൾ മുസ്ലിം ആകുക, ഇത് പറയണ്ടേ. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കുമ്പം ദുനിയാവ് മാത്രമാകരുത്, പരലോകം കൂടി ഉൾപ്പെടുന്നുണ്ടോ എന്നല്ല പരിശോധിക്കും. അതിൽ തന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റിയുള്ള വിഷയം 3 തവണ തേടണം എന്ന് പ്രവാചകൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാര്യം 3 തവണ തേടണം. പ്രവാചകന്റെ വാക്കെന്തറിയോ? കാന ഇദാ ദആ ദആ സലാസ വ ഇദാ സഅല സഅല സലാസ. അല്ലാഹുവിന്റെ ഒരു കാര്യം ചോദിക്കുമ്പോൾ അടിയന്തരമാണെങ്കിൽ, സുപ്രധാനമാണെങ്കിൽ, പെട്ടെന്ന് കിട്ടേണ്ടതാണെങ്കിൽ ആ വിഷയം അല്ലാഹുവിനോട് ആത്മാർത്ഥമായി കിട്ടുമെന്നുറപ്പോടെ, ഇഖ്ലാസോടെ, നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിച്ച് 3 തവണ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമേ പ്രവാചകന്റെ കഴുത്തിൽ കൊടൽമാലിട്ടല്ലോ നിസ്കരിക്കുന്ന സമയത്ത്. ആ സമയത്ത് ഖുറൈശികളായ ആളുകൾ മുഴുവനും പ്രവാചകനെ നിന്ദിച്ച് അവഹേളിച്ച് നിൽക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് അള്ളാന്റെ അനുമതിയിൽ നടത്തുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥനയിൽ ഉറക്ക പ്രവാചകൻ 3 തവണ പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അല്ലാഹുവേ ഖുറൈശികളിൽപ്പെട്ട ഇന്നാലിന്നാളുകൾക്ക് നാഥ നീ തീരുമാനമുണ്ടാക്കേണമേ. സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ വാക്കെന്തറിയോ? അതുവരെ ചിരിച്ചു നിന്നവർ, പ്രവാചകനെ കളിയാക്കിയവർ, പ്രവാചകൻ ഹൃദയം പൊട്ടി അല്ലാഹുവിനോട് 3 തവണ അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ് എന്നിട്ട് പേരിങ്ങനെ പറഞ്ഞു. മിണ്ടാതെയായവർ, സ്തബ്ധരായവർ, അനങ്ങാൻ കഴിയാത്ത വിധം എന്തു ചെയ്യണമെന്നറിയാത്തവരായി. കാരണം പ്രാർത്ഥനയ്ക്ക് മുഹമ്മദ് നബി തേടിയാൽ ഉത്തരം കിട്ടുമെന്നവർക്കറിയാം. ബേജാറായവർ. ആയിഷ പറയുന്ന വാക്കെന്നറിയോ? പരിഭ്രാന്തി ഞങ്ങൾക്ക് മുഖത്ത് കാണാമായിരുന്നു ശത്രുക്കളുടെ. നമ്മൾ നമ്മുടെ കാര്യം പടച്ചോനോട് ആവർത്തിച്ച് ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാര്യം സ്വർഗവും നരകവും ഒക്കെ ചോദിക്കുന്ന, നരകമോചനവും ചോദിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാര്യം 3 തവണ ചോദിക്കൽ മര്യാദയായി പഠിപ്പിച്ചെന്ന് നമുക്ക്. അതിലേറ്റവും പ്രാധാന്യം സ്വർഗല്ലേ, അതിനെ തന്നെ ഉദാഹരണമാക്കിയും പഠിപ്പിച്ചെന്നു. എന്താ പഠിപ്പിച്ചെന്നറിയോ? പ്രവാചകന്റെ വാക്ക്, മൻ സഅലല്ലാഹ്, ആരെങ്കിലും അള്ളാഹിനോട് ചോദിച്ചാൽ അൽ ജന്ന, അല്ലാഹുവേ നീ എനിക്ക് സ്വർഗം നൽകണമേ എന്ന് തൗഹീദുള്ള, ആരാധനയുള്ള, പരമാവധി ഭക്തിയിൽ ജീവിക്കുന്ന ഒരാൾ അള്ളാഹിനോട് ഒരു ദിവസം ആത്മാർത്ഥമായി ഈ നിയമങ്ങൾ പാലിച്ച് 3 തവണ അള്ളാഹു സലാസ മർറാത്തിൻ 3 തവണ തേടിയാൽ ഖാലത്തിൽ ജന്ന, സ്വർഗം ഉത്തരമായി പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ നീ അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അതേപോലെ പേരാണ് മൻ ഇസ്തജാറ മിനന്നാർ, ആരെങ്കിലും ആത്മാർത്ഥമായി തൗഹീദുള്ള ദീനിയായ ഒരാൾ ആത്മാർത്ഥമായി, ആണാകട്ടെ പെണ്ണാകട്ടെ, അല്ലാഹുവിനെ തേടുകയാണ്. സലാസ മർറാത്തിൻ, 3 തവണ അല്ലാഹുവേ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഖാലത്തിന്നാർ, നരകം പടച്ചോണ്ട് പറയും, അല്ലാഹുമ്മ പടച്ചോനെ അജിർഹു മിനന്നാർ, അയാളെ നരകത്തിൽ രക്ഷപ്പെടുത്തണമേ. എന്തുകൊണ്ടാണ് ഹദീസിൽ 3 തവണ എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞ്? പ്രാധാന്യമുള്ള വിഷയം അങ്ങനെയാണ് തേടേണ്ടത്. സഹോദരങ്ങളെ, 4-5 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്ത് കൊണ്ട് തേടണം. ഇത് ഞാൻ പറഞ്ഞത് ഖുത്ബയ്ക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ 5-6 മിനിറ്റ് ഇരുന്ന് തേടുമ്പം ഈ ഓട നമുക്ക് ഓർമ്മ വേണം. അള്ളാഹിന്റെ പേരുകൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. റഹ്മാനായ നാഥ, ഗഫൂറായ നാഥ, വദൂദായ നാഥ, ജലാലായ നാഥ, ഖദീറായ നാഥ, അല്ലാമുൽ ഗുയൂബായ നാഥ, നമുക്കറിയുന്ന പേരുകൾ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തേത്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, പ്രവാചകന്റെ പേരുള്ള സ്വലാത്ത് നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം.
മൂന്നാമത്തേത് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ മുൻനിർത്തി അല്ലാഹുവേ നീയാണ് എനിക്ക് നൽകിയത്, അൽഹംദുലില്ലാ പടച്ചോനെ, നീയാണ് ഇപ്പോഴും എന്നെ ഹിദായത്തിൽ നടത്തുന്നത്, അൽഹംദുലില്ലാ പടച്ചോനെ, കുറച്ചൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും നാഥാ നീ എന്നെ തൗഹീദിൽ നിലനിർത്തിയല്ലോ, ബാപ്പാനെ തന്നല്ലോ, ഉമ്മാനെ തന്നല്ലോ, നോക്കാനുള്ള കുറച്ച് പൈസയാണെങ്കിലും അത് നീ തന്നല്ലോ, അൽഹംദുലില്ലാ ഇന്നാലിന്ന കാര്യങ്ങൾ കൂടി നീ പരിഗണിക്കണമേ എന്ന രൂപത്തിൽ അള്ളാഹുവിനെ പ്രകീർത്തിച്ച് സ്തുതിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ഉള്ളിൽ വരണം. നാലാമത്തേത്, നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ പരലോകവും ഉണ്ടാകണം, ദുനിയാവ് മാത്രം പോരാ. അതുതന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 തവണ തേടുക. ഖിബിലക്ക് നേരെ തിരിയുന്നതിന് പ്രത്യേകമായ പുണ്യമുണ്ട്, വുളുവുണ്ടാക്കി പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകമായ പുണ്യമുണ്ട് എന്നതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരണം. ഇതെല്ലാം ചേർത്ത് ആദ്യം പറഞ്ഞ രൂപത്തിൽ 24 മണിക്കൂറിനിടയിൽ കിടക്കണീന്റെ മുമ്പോ നമ്മൾ ജോലിയണിന്റെ ഇടക്കോ പള്ളിക്കൊക്കെ വരുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ നമ്മളെ വാഹനത്തിലിരിക്കുമ്പോഴോ നമ്മുടെ ഷോപ്പിലിരിക്കുമ്പോഴോ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴോ ഒരു 5 മിനിറ്റ് ശാന്തമായി നമ്മുടെ കാര്യങ്ങൾ അള്ളാനോട് ഇങ്ങനെ പറയാ എങ്കിൽ ധൃതിപ്പെട്ട് നടത്തുന്ന പ്രാർത്ഥനകളെല്ലാം ഇതിന്റെ വകുപ്പിലേക്ക് അള്ളാഹു ചേർക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖ്വല്ലാഹ ഇബാദ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, 2 കാര്യം. ഒന്ന്, ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളും ഇൻഷാ അല്ലാഹ് പറയാനുണ്ട്. നമ്മൾ താൽക്കാലികമായി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഒരുപാട് സമയങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ച ചില ആളുകളുടെ പ്രാർത്ഥനകൾ അള്ളാഹു തള്ളുകയില്ല എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ ദുആകളുമായി ബന്ധപ്പെട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് സംസാരിക്കും. ഒരു കാര്യം മറക്കരുത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ നമ്മളെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്നാലും ഞാൻ എൻ്റെ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളെ വാപ്പാക്കും ഉമ്മാക്കൊക്കെ വേണ്ടി, പ്രത്യേകിച്ച് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മറക്കരുത്. ജീവിച്ചിരിക്കണ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയുള്ള പ്രാർത്ഥന ഖുർആനിൽ അങ്ങനെ തന്നെ തോന്നും, നമുക്കറിയാം. മരിച്ചവരെ നമ്മൾ മറക്കരുത്. നമ്മൾ മനസ്സിലുണ്ടാകണം. വാപ്പാരോട് പറയാം, നമ്മളെ മക്കൾക്ക് നമ്മളെ വല്യാപ്പാനെ പറ്റി പറഞ്ഞു കൊടുക്കണം, നമ്മളെ വാപ്പാനെ പറ്റി പറഞ്ഞു കൊടുക്കണം. നമ്മളെ വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ മക്കളോട് പറയണം. നമ്മുടെ വാപ്പാക്ക് വേണ്ടി, മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ മക്കളോട് പറയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കെന്താ അറിയും? എല്ലാവർക്കും അറിയാം. ഒരാൾ മരിച്ചാൽ, ഞാൻ മരിച്ചാൽ, പിന്നെ എന്റെ ഖബറിലേക്ക് വരുന്നതിൽ 3 എണ്ണത്തിൽ 1 ദുആണ്. ദുആണ് അതിന്റെ അർത്ഥം എന്താ അറിയോ? ദുആ അല്ലാത്ത ബാക്കി 3 കാര്യത്തിൽ ഈ 3 കാര്യമില്ലാത്ത ബാക്കിയൊന്നും വരൂല എന്നാണ്. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക. നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർ, അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകുമാറാകട്ടെ. അവര് ഖബറിലാണല്ലോ, അവർക്ക് വിചാരണക്ക് പുറമെ വേറൊന്നുമില്ലല്ലോ. അവിടേക്ക് എത്തുന്ന സമ്മാനങ്ങളാണ് സത്യത്തിൽ നമ്മുടെ ദുആ. അവിടേക്ക് എത്തുന്ന സമ്മാനങ്ങളാണ് ദുആ. എത്രമാത്രം സമ്മാനങ്ങൾ അയക്കാൻ കഴിയുന്നോ അവരാണ് നല്ല മക്കൾ. നമ്മളെ നോക്കി വളർത്തിയോൽക്കേ ഒരു ദിവസം കുറച്ചെങ്കിലൊക്കെ ഒരു സമ്മാനം നമ്മൾ കൊടുക്കണ്ടേ? നമ്മളും തിരക്കിലാർന്ന് ഇതേപോലെ കുഴിക്ക് പോയാൽ നമ്മളെ മക്കൾ നമ്മളെക്കാളും വലിയ തിരക്കിലാവും. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. നല്ലൊരു ബോധ്യമുള്ളൊരു സദസ്സായതുകൊണ്ട് അവിടെ അവസാനിപ്പിക്കാൻ. പ്രവാചകന്റെ ഹദീസ് എന്താ അറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുണ്ട്, മാമിൻ റജുലിൻ മുസ്ലിമിൻ, ഏതൊരു മനുഷ്യനും അയാൾ മരിച്ചു, അയാളുടെ നാളെ പരലോകത്ത് അയാൾക്ക് എത്തുന്ന അവസ്ഥയെ പറ്റിയിട്ട് പറയാൻ, ലയർഫഉ അദ്ദറജതു ലിൽ അബ്ദി സ്വാലിഹ് ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ചില ആളുകളുടെ ദറജകൾ ഇങ്ങനെ അല്ലാഹ് കൂട്ടും. ഒരു ദറജയിൽ നിന്ന് അടുത്ത ദറജയിലേക്ക് ഇങ്ങനെ കൂട്ടും. അപ്പം അവർ അള്ളാഹുവിനോട് കണ്ണു നിറച്ച് സന്തോഷാധിക്യം കൊണ്ട് അള്ളാഹിനോട് വിതുമ്പി ചോദിക്കുന്നുണ്ട്. ഫയഖൂൽ യാ റബ്ബി അന്നാ ലിഹാദി, പടച്ചോനെ എനിക്ക് ഞാൻ ചെയ്ത അമലിന്റെ കൂലി നീ നൽകിയല്ലോ, പിന്നെയും അമ്പിയാക്കന്മാരുടെ ദറജയ്ക്ക്, ഔലിയാക്കന്മാരുടെ ദറജയ്ക്ക്, ഏറ്റവും ഉന്നതമായ ദറജയ്ക്ക് ഞാൻ ഉയരാൻ ഞാൻ ചെയ്തു വെച്ച അമൽ കൊണ്ട് എത്തിയിട്ടില്ല. ഇതെന്താണ്?
അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാതാപിതാക്കളോട് പറഞ്ഞ വാചകം എന്താ അറിയോ? ബിഇസ്തിഗ്ഫാരി വലദിക ലക്. നിന്റെ ആൺകുട്ടിയും പെൺകുട്ടിയും ദുനിയാവും നടത്തിയ ദുആ കൊണ്ടാണ് ഉയർത്തുന്നത്. ആ മക്കളാ നമ്മള് തിരക്ക് പിടിച്ച് ഓടുമ്പോഴേ ഇത് ചെയ്യാൻ വേറെ വാപ്പാക്കും ഉമ്മാക്കും വേറെ മക്കളില്ല. നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും ഇത് ചെയ്യാൻ വേറെ മക്കളില്ല കേട്ടോ, നമ്മൾ തന്നെ ഉള്ളൂ. നമ്മൾ ഈ തിരക്ക് ഇങ്ങനെ പിടിച്ച് ഓരോരുത്തരുടെ ബാക്കിൽ ഓടുമ്പം നമ്മളെ വാപ്പിമ്മയോടെ ഉണ്ട്, ഓലിത് ആഗ്രഹിക്കുന്നുണ്ട്, ഓല അതിനു വേണ്ടി കൊതിച്ചിട്ട് നമ്മൾ എങ്ങനെയൊക്കെ പള്ളിക്കൊക്കെ ദീനക്കൊക്കെ ആക്കി മാറിയേ. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പം ബാപ്പാനിമാനും മറക്കരുത്. ഈ പറഞ്ഞ ഓർഡർ തന്നെ പ്രാർത്ഥിക്കാൻ പരമാവധി ശ്രമിക്കുക. 5 മിനിറ്റ് അതിനൊക്കെ മാറ്റിക്കുക. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് മക്കളോട് പറയാം, മക്കളെ, നമ്മളെ വാപ്പ അമ്മ നമ്മളെ കുടുംബക്കാർക്കൊക്കെ വേണ്ടി ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് നമുക്ക് ബുദ്ധി അല്ല തരുന്നത്. അവിടെ പ്രാർത്ഥന കൊണ്ടാണ് ഈ ബൈക്കിന്റെ അടിയിൽ കൂടെ നമ്മൾ ഇങ്ങനെയൊക്കെ പോന്നിട്ടും ജീവൻ അല്ല ബാക്കി വെച്ചത്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചവർക്ക്. ഞാൻ മുതിർന്നവരോട് പറയാൻ, നമ്മളെ വാപ്പിയമ്മ മരിച്ചിക്കണമെങ്കിൽ മറക്കാതെ പ്രാർത്ഥിക്കണം. വാപ്പാനിമാനി മാത്രമല്ല കേട്ടോ പറഞ്ഞ് സാന്ദർഭികമായിട്ട് പറയാൻ, അവരോട് ഏറ്റവും കൂടുതൽ കടപ്പാടുണ്ട്. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു കാര്യം കൂടി, നമ്മുടെ കേരള നദവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മുഹമ്മദ് മദനി മരണപ്പെട്ടു. നമുക്കറിയാം, ഇന്ന് 4:30 മണിക്ക് മയ്യത്തെടുക്കും. 4 മണിക്ക് ഒന്നാമത്തെ നിസ്കാരം തുടങ്ങും. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകുമാറാകട്ടെ. പറയുന്നത് സാധാരണ ഒരു നമ്മുടെ നാട്ടിൽ സാന്ദർഭികമായിട്ട് പറയാം, നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ ഒരു ബാപ്പ, നമ്മളപ്പാന്റെ പ്രായത്തിലുള്ളൊരു മനുഷ്യൻ, ഒരു വ്യക്തിയാണ് അദ്ദേഹം, ഒരു അധ്യാപകൻ കൂടിയാണ്. പക്ഷെ കേരളത്തിലെ ആയിരക്കണക്കിന് പള്ളിക്കെന്ന് ദുആ ചെയ്യാൻ കാരണം എന്താ? നമ്മൾ എപ്പോഴെങ്കിലും ആലോചിക്കണം, എന്താ കാരണം? അദ്ദേഹം അള്ളാന്റെ ദീന് പ്രബോധനത്തിന് ഇറങ്ങി എന്നുള്ള ഒറ്റ കാരണമാണ്, വേറൊരു കാരണമല്ല. നമ്മളേക്ക് എന്തെങ്കിലും പൈസ നിൽക്കണോ? ഇല്ല. അള്ളാന്റെ ദീന് ഉൾക്കൊണ്ടു, അത് ആൾക്കാർക്ക് എത്തിക്കാൻ വേണ്ടി ഇറങ്ങി. നിരക്കും വരെ ഇറങ്ങി, പൈസ ഉണ്ടായപ്പോഴും ഇല്ലാത്തപ്പോഴും ഇറങ്ങി, അധ്യാപന ജോലി ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും ഇറങ്ങി. കുട്ടികളൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ഖുറാഫാത്തുള്ള ഏരിയയിൽ പോയിട്ട് അവരോട് പരലോകം ആദ്യം പറഞ്ഞു, എന്നിട്ട് പരലോകബോധം ഉണ്ടാക്കി. ആ പരലോകത്തിന്റെ കൂടെ തൗഹീദ് അവർക്ക് പറഞ്ഞു കൊടുത്തു. ഏറൊക്കെ കിട്ടി, സാരല്ല എന്ന് വെച്ചു. സ്വങ്ങളെ നമ്മൾ മരിക്കുമ്പോഴും ഏതെങ്കിലും 4-5 ആൾക്കാർ വന്ന് മയ്യത്ത് സ്കരിക്കണ അവസ്ഥയാകരുത്. പള്ളികളിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥന ഉയരണം. അതിന് നമ്മൾക്ക് കിട്ടിയ ദീന് കൊണ്ട് നമ്മൾക്ക് എന്താണോ ദീനിന്റെ മാർഗത്തിൽ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്യണം. സോ അതിന് കിട്ടിയ, അല്ലാതെ എന്ത് പ്രത്യേകത കൂട്ടലുള്ളത്? നാട്ടിലറിയപ്പെടുന്ന മന്ത്രിയാണോ? ആണോ? കളക്ടറാണോ? ഈ പള്ളികളായ പള്ളികളിൽ നിന്ന് മുഴുവൻ ഇന്ന് പ്രാർത്ഥിക്കാനും ആയിരക്കണക്കിന് ആൾക്കാർ മയ്യത്ത് സ്കരിക്കാനും ഒറ്റ കാരണമുള്ളൂ, അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിച്ചവർക്ക്, അത് ദഅവത്തിന് വേണ്ടി ഇറങ്ങിയവർക്ക് അള്ളാഹു കൊടുക്കുന്ന സമ്മാനാണ്. നമ്മൾ അതിന്റെ പകുതി വരെ എത്തി. ദഅവത്തുമായിട്ട് മുന്നോട്ട് വരണം. നമുക്ക് പൈസയാണോ, അധ്വാനാണോ, യുവാക്കളെ നമ്മുടെ ആരോഗ്യമാണോ, നമ്മൾ മുന്നിലേക്ക് വരണം. അപ്പോൾ അള്ളാഹു നമ്മൾക്ക് നൽകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകണേ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള അറിഞ്ഞും അറിയാതെയും സംഭവിച്ചിട്ടുള്ള മുഴുവൻ പാപങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുപ്പകാലഘട്ടത്തിൽ ഒരുപാട് സഹായിച്ച ആളുകൾ, റഹ്മാനായ നാഥ നീ അവർക്കെല്ലാം സ്വർഗവും പാപമോചനവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്, ജോലി സംബന്ധമായ കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, കുടുംബജീവിതത്തിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. നാഥ നീ എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നീയുമായി കൂടുതൽ ദുആ നടത്തുന്നവരാണ് എന്ന് ഞങ്ങൾക്കറിയാം. റഹ്മാനായ നാഥ, ദിവസത്തിൽ അല്പസമയമെങ്കിലും നീയുമായി ആത്മാർത്ഥമായി ഇഖ്ലാസോടെ യഖീനോടുകൂടി ദുആ ചെയ്യുവാൻ സമയം കണ്ടെത്താൻ കഴിയുന്ന നല്ല വിശ്വാസികളിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത്
إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين.